ഹലോ നമസ്കാരം. ബ്രേക്ക് ത്രൂയിലേക്ക് സ്വാഗതം. വലിയൊരു ഡയറക്ടറിന്റെ വൈഫാണല്ലേ? അതെ അതെ. ഒരു സ്വഭാവം അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ പിന്നെ ഈ കിട്ടാത്ത കാര്യങ്ങൾ കുറച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഞാൻ ചെയ്യുന്ന കാര്യത്തെല്ലാം അങ്ങനെ. എൻ്റെ ഹസ്ബൻഡ് എല്ലാം പാവമായിരിക്കും, ഞാനാണ് വില്ലത്തി. പുള്ളി പാവാണല്ലോ. ആ പുള്ളി പാവം. അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ബോൾഡ് കാണിക്കണമെങ്കിൽ സ്ലീവ്ലെസ് ആ ഒരു കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് അങ്ങനെ മടി. അത് വൈകിയ അല്ല ഞാൻ പറഞ്ഞത് ഇത് ഞാൻ നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്ലീവ്ലെസ് ഒന്നും വേണ്ട. ഇങ്ങനെ നമ്മളെയൊക്കെ വെളിയിൽ ചാടിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ നേരെ ഇടപെടരുതെന്ന്. ഫീമെയിലിനോടൊക്കെ ചോദിക്കുന്നത് കിടക്ക പങ്കത്തിൻ്റെ റോൾ തുറന്നു കൊടുത്തിട്ടാണെന്നൊക്കെ ചോദിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നതും സാന്ത്വനം 2 ലൊക്കേഷനിലാണ്. ഇന്നിവിടെ ഒരു കല്യാണം ഏറ്റവും കൂടുതൽ ആർഭാടമായി നടത്തിയ ഒരു സീരിയൽ ലൊക്കേഷൻ കൂടിയാണിത്. മാമൻ്റെ ഭാര്യ, മാമൻ്റെ വധു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യാം. രേഷ്മ, നമസ്കാരം. രേഷ്മ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? ഞാൻ ഈ ലൊക്കേഷനിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, സാന്ത്വനം 2 ലൊക്കേഷനിൽ. അപ്പോൾ അന്ന് എനിക്ക് നിങ്ങളൊക്കെ അകത്തായിരിക്കാം ദീപൻ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ ഈ സാന്ത്വനം 2 ഈ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ വളരെ ഒരു ഹാപ്പി മൂമെന്റിലാണ് ഫേസ് ചെയ്യണം മനസ്സിലായി. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു വർക്കാണ് ഗ്രീൻ ടി വിയുടേത്. നമ്മൾ രമ മാം പ്രൊഡ്യൂസർ. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും തിരക്കി അറിയാം, അത്രയും നല്ലൊരു ടീമാണ് അവരുടേത്. അപ്പോൾ ആ ഒരു വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനല്, അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അല്ല, സന്തോഷമുണ്ട്. അതിലുപരി ഒരു വലിയൊരു ഡയറക്ടറിന്റെ വൈഫാണല്ലേ? അതെ അതെ. അതായത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, ഇപ്പോൾ സീരിയൽസിനുള്ള ബെസ്റ്റ് ഡയറക്ടറിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച SR സൂരജ്. അപ്പം വളരെ സന്തോഷം. ആദ്യം തന്നെ സൂരജേട്ട കൺഗ്രാറ്റ്സ്, ഒരു അവാർഡ് കിട്ടിയത്. ഇപ്പൊ ഏത് സീരിയൽ ചെയ്തു? ഇപ്പൊ 5 സുന്ദരികളാണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഒരു വെബ് സീരീസ് ഒക്കെ ആയിട്ട് അതിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്ന് മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു സീരിയലും വെബ് സീരീസ്, അപ്പൊ സീരിയലിൽ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരിലേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത്. അതെ, സീരിയൽസ് ആണ്. ബട്ട് അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഫിലിം, വെബ് സീരീസ് ആ ഒരു പാറ്റേൺ ആണ് ഇഷ്ടം. അപ്പൊ അതിൽ കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ് താല്പര്യം. അദ്ദേഹത്തിന് ഏത് സീരിയലിനാണ് ബെസ്റ്റ് കിട്ടിയത്? കൗമുദിയിൽ വസുധ എന്ന് പറഞ്ഞിട്ട്. കൗമുദി ചാനൽ വസുധ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു. അതെ അതെ. അതായത് കൗമുദിയിലെ ഫസ്റ്റ് സീരിയലും അതായിരുന്നു. ഡയറക്ഷൻ അത്രമാത്രം പെർഫെക്റ്റ് ആയതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ മറ്റെന്തോരം സീരിയൽ വേറെ പല ചാനൽസിലും കിട്ടുന്നത്. നല്ല നല്ല സീരിയൽസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ സീരിയലും പരിഗണിച്ച് അതിൽ അവാർഡ് കിട്ടുക. അതെ, സത്യം. ഇപ്പൊ എങ്ങനെയുണ്ട് ഫാമിലി ലൈഫ് ഒക്കെ? നന്നായി പോകുന്നു. മോനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. കൊല്ലം കടപ്പാക്കട. കൊട്ടാരക്കട. അതെ അല്ലേ, കൊല്ലംകാര്. ഓക്കെ. ഹസ്ബൻഡ് സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സീരിയൽ നോക്കുമ്പം പല ആൾക്കാർക്കും സീരിയലിൽ വന്ന സമയത്ത് ഭയങ്കര ജാടയാണ്. ഞാൻ സീരിയസ്ലി പറയാണ്. എക്സ്പെഷ്യലി ഈ ആക്ട്രസിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു സീരിയൽ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 4-5 എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊക്കെ വിളിക്കുമ്പം അറിയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ 2 എപ്പിസോഡ് കഴിയുമ്പോൾ അറിയുന്നവരായിരിക്കും. ഒരു 4-5 എപ്പിസോഡ്സിൽ ഒരു 7 എപ്പിസോഡിൽ 10 അല്ലെങ്കിൽ 50 എപ്പിസോഡ് പോയി കഴിയുമ്പോൾ അവരുടെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്നത്? എന്നെ കണ്ടപ്പോ തോന്നിയോ ആ ഒരു അഹങ്കാരം ഉണ്ടെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. പലരും പല സ്വഭാവമാണല്ലോ. ചിലവര് കുറച്ച് ഹൈപ്പായി കഴിയുമ്പോഴത്തേക്കും അവരെ കുറച്ചൊരു അഹങ്കാരം കാണിക്കും. അപ്പോൾ ഞാൻ രേഷ്മ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അതായത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, വേറെ ഒന്നുമല്ല. ഈ പുതിയ തലമുറയിൽ വരുന്ന, അതായത് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷനിലുള്ള നായികമാരുണ്ട്, അല്ലെങ്കിൽ 1-2 അല്ലെങ്കിൽ 10 എപ്പിസോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആക്ട്രസിൻ്റെ കാര്യം പറയുന്നത്. ഇവരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ടു പറയുന്നത്, നേർവഴിയിലാണ് പറയുന്നത്, നോ. അത് വേറെ ഒന്നുമല്ല, ഒരു ഇൻ്റർവ്യൂ ചോദിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അയ്യോ ചേട്ടാ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. അതെനിക്ക് അനുഭവം ഉണ്ട്, ഇന്ന് രാവിലെ കൂടി ഉണ്ടായതാണ്. അതെന്ത് പ്രവണതയാണ്? അല്ലെങ്കിൽ അവർ തരണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും
മിക്ക സീരിയൽ താരങ്ങളും സീരിയലിലൂടെ ഫെയിം ആവാത്ത താരങ്ങൾ ഇൻ്റർവ്യൂവിലൂടെ ഫെയിം ആയിട്ടുണ്ട്, അതെ. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ആയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് രേഷ്മ അങ്ങനെയുള്ള ആളല്ല, അത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യമാണ് ചോദിച്ചത്. സ്പെസിഫൈ ചെയ്യുന്നത് എല്ലാവരും അല്ല, 10% അങ്ങനെ ഉണ്ട്. ആൾക്കാർ അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ മേ ബി ഒരു സ്വഭാവം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ പിന്നെ ഈ കിട്ടാത്ത കാര്യങ്ങൾ കുറച്ച് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുറച്ച് ഡിമാൻഡ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ ഇപ്പൊ ഡിമാൻഡിന് വാല്യൂ ഇല്ല അല്ലേ? ഇല്ല, ഒട്ടുമില്ല. ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. കാര്യം ആ ഡിമാൻഡ് കാണിക്കുന്നതൊക്കെ കാണിച്ചോട്ടെ, നമുക്ക് വേറെ ആൾക്കാരുണ്ട് എന്നുള്ള ഓപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ പേയ്മെന്റ് കുറവ് അഭിനയിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ പേയ്മെന്റ് ഇല്ലാണ്ട് അഭിനയിക്കാനാണെങ്കിലോ എന്തിനാണെങ്കിലും ആൾക്കാർ വില്ലിങ് ആണ്. അത് ചിലപ്പോൾ അവരുടെ ആഗ്രഹമായിരിക്കും പേയ്മെന്റ് വേണം എന്നില്ല. അല്ലെങ്കിൽ ചിലവർക്ക് ആ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, നല്ല നല്ല മനസ്സുള്ളവരുണ്ട്. അപ്പോൾ പലരും വേറെ രീതിയിലേക്ക് വേറെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതെ അതെ ഉറപ്പായിട്ടും. അപ്പൊ അത് കാരണം അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ എന്തിനാ അഹങ്കാരം കാണിക്കുന്നത്, എന്തിനല്ലേ? ഇപ്പം കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, സ്പോട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന 1-2 ആർട്ടിസ്റ്റുണ്ട്, അവരിപ്പോഴും വീട്ടിൽ ഇരിക്കുകയാണ്. അവർ ഈ അഹങ്കാരം കൊണ്ട് ആരാന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അത് എൻ്റെ ചർച്ചയിൽ വരുന്ന കാര്യമല്ല, എൻ്റെ മാറ്ററേ അല്ല അത്. പക്ഷേ ഞാൻ ചോദിച്ചത്, ഇപ്പം യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ജീവിക്കുന്നത്, സീരിയസ്ലി ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ. എങ്കിൽ പോലും അതിൽ ഒരു സൗഹൃദം ഉണ്ട് അല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും. ഇപ്പൊ നിങ്ങൾ വന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മളോട് ഫെയിം ആവുമല്ലേ? അല്ലേ? അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്റെ ഫേസും വരുന്നു, കുറച്ച് ഇൻകം കിട്ടുന്നു, അത്രയും. അതെ, ഇൻകം കിട്ടുന്ന അത് ഡിപ്പെൻഡ് ഓഫ് കണ്ടന്റ് ആണ്. അപ്പോൾ ആൾക്കാർ പ്രേക്ഷകർ കാണുമോ ഇല്ലയോ പറയാൻ പറ്റത്തില്ല. ഇപ്പം രേഷ്മയെ കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സാന്ത്വനം 2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമന്റെ പത്നിയായി കഴിഞ്ഞു, മാമിയായി. കഥാപാത്രം വളരെ നെഗറ്റീവ് ആണല്ലേ? അതുകൊണ്ട് ഈ കല്യാണത്തിന് ഭയങ്കര ഡാൻസും, ഭയങ്കര എന്താ പറയാ, കഥകളി അങ്ങനെയുള്ള രീതിയിലുള്ള ട്രഡീഷണൽ കുറെ ഡാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു കല്യാണമായിരുന്നു, അടിപൊളിയായിരുന്നു. അതിന് കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. പാട്ട് എനിക്ക് തോന്നുന്നൊരു സിനിമയിലെ പാട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡാൻസ് ചെയ്യുന്ന ഒരുപാട് നമ്മളെ ഇൻസ്റ്റയിൽ തന്നെ ഫെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റമാണ്. ഇപ്പം എപ്പോഴാണ് സീരിയൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഗ്രാൻഡ് ആയിട്ടും സെലിബ്രിറ്റീസിനെ വിളിച്ചും ഒക്കെയാണ് അവർ നടത്തുന്നത്. നല്ല രീതിയിൽ ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഈ സെലിബ്രിറ്റീസിനൊക്കെ വിളിക്കുമ്പോഴേ പ്രൊഡ്യൂസറിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ കാലിയാവുന്ന ഒരു സംഭവം വരത്തില്ലേ? പക്ഷെ അതെങ്ങനെ ബില്ലിംഗ് അതിപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, എങ്കിൽ പോലും രേഷ്മയ്ക്ക് അറിയാവുന്നൊരു സംഭവം. അതൊക്കെ ഒരു സെലിബ്രിറ്റി വിളിക്കുമ്പോൾ നിങ്ങളെക്കാട്ടിലും ഡബിൾ പേയ്മെന്റ് ആണ് സിനിമയിലുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ തെരഞ്ഞെടുത്തതല്ല? അല്ലല്ല, ഉറപ്പായിട്ടും ആണ്. അപ്പൊ അന്നേരം അത് എങ്ങനെയാണ്? ചാനലിൽ നിന്നും പ്രൊഡ്യൂസറും 2 കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഈ സാന്ത്വനം 2 ഒരു ക്യാരക്ടർ, അതായത് ഇപ്പോൾ അരുൺ സ്നേക്ക് സുഹൃത്താണ്, അതിനകത്ത് മാമനായിട്ടുള്ള കഥാപാത്രം കോംബോ. അവനൊരു കോമഡിയാണ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ്. ഞാൻ നേരെ ഭയങ്കര കോംബോ ഒന്ന് പറയാമോ? കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എല്ലാം അങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് എല്ലാം പാവമായിരിക്കും, ഞാനാണ് വില്ലത്തി. അപ്പൊ അവരെ ദ്രോഹി. പക്ഷെ ഇതിനകത്ത് ധർമ്മജൻ കുറച്ചും കൂടെ ഒരു ബോൾഡ് ക്യാരക്ടറാണ്. പുള്ളിയും പാവമാണല്ലോ. പുള്ളിയും പാവം. അതെ. അപ്പോ ധർമ്മജൻ എന്നെ വഴക്ക് പറയാറുണ്ട്, അടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അടിയൊക്കെ ഉണ്ട്. പക്ഷെ അതെനിക്ക് ആദ്യമായിട്ടാണ്. ബാക്കി എല്ലായിടത്തും ഞാനാണ് സ്കോർ ചെയ്ത് നിൽക്കാറ്, സ്കോർ ചെയ്ത് നിൽക്കും. പക്ഷെ ഇതില് ധർമ്മൻ നല്ലൊരു സ്ട്രോങ് വ്യക്തിയാണ്. ഇപ്പൊ ഈ ഒരു ന്യൂസ് ഞാൻ കുറച്ച് മുന്നേ മൊബൈൽ എടുത്തപ്പോൾ കണ്ടു കാണാൻ ചാൻസ് ഇല്ല. അതായത് വിവാഹം കഴിച്ചൊരു ആണിനും പെണ്ണിനും മറ്റൊരു ലിവിംഗ് ടുഗദറിലേക്ക് പോയി ജീവിക്കുന്നതിനകത്ത് കോർട്ട് അനുവദിച്ചു എന്നുള്ളത് ഇത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒരു പ്രതികരണം? കാരണം നമുക്ക് ഒപ്പീനിയൻസ് റൈറ്റ് ആയിട്ട് പറയാം അതിനെക്കുറിച്ച്. അതെ, അതിപ്പോ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല, വ്യക്തിയല്ല, അങ്ങനെ ഒരു നിയമം അത് ഓരോരുത്തർക്ക് അത് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ? അത് ചില ലൈഫ് ഇതിപ്പോ ഈ ഒരു നിയമം വന്നില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പൊ നിയമം വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ അവർക്കൊരു ഈസി ആയി അല്ലേ? അല്ല, ചിലപ്പം ചില സംഭവങ്ങൾ സിനിമയിലെ കാണുന്ന സ്നേഹങ്ങൾ കിട്ടാതെ പോകുമ്പോൾ അടുത്തടുത്തേക്ക് തേടി പോകുന്നത് ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ പറയാ, കിട്ടാത്തോണ്ടല്ലേ അവർ പോകുന്നത്, പോയിക്കോട്ടെ അല്ലേ, കിട്ടുന്നിടത്ത് പോട്ടെ. തീർച്ചയായിട്ടും അത് തന്നെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിലും ആരോടും തോന്നാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവര് സ്നേഹിക്കട്ടെ. ഈ സാന്ത്വനം 1 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം തന്നൊരു നല്ലത് തന്ന സീരിയലാണ്. പക്ഷെ
അതിലുപരി ഭയങ്കരമായിട്ട് വിഷമം തന്നൊരു സീനാണ് ഡയറക്ടർ അല്ലേ. ഇപ്പൊ ഈ സാധനം ടൂവിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഡയറക്ടർ സൂപ്പറാണ് എങ്കിൽ പോലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് വരുവാണെങ്കിൽ എന്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ സാന്ത്വനം എത്രത്തോളം ഹൈപ്പിലാണോ പോയത് അതിലും ഗംഭീരമായി പോവുമായിരുന്നു. ഇത് ഹൈപ്പിലേക്ക് പോവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴും പോകുന്ന കൊള്ളില്ല എന്നല്ല, പോകുന്നത് നന്നായിട്ട് തന്നെയാണ്. ബട്ട് ആ സാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു സെയിം സാധനം അവർ കൊണ്ടുപോകാൻ ആ ഒരു പാറ്റേൺ. പോയി കണ്ടിരുന്നോ മരണ സമയത്ത്? ഇല്ലില്ല, പോകാൻ പറ്റിയില്ലായിരുന്നു. അത് ആ സമയം ആ മരണ വാർത്ത അറിഞ്ഞ സമയം അറിഞ്ഞാണല്ലോ അറിഞ്ഞു. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ രേഷ്മയുടെ എന്താ പറയുക, നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. വിഷമമായ കാര്യം, ഒരുപാട് ഇനിയും ഉയരങ്ങളിൽ എത്താനുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ നല്ല വിഷമമായി. ദൈവം വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അതെ അതെ, നല്ല മനുഷ്യനായിട്ടാണ് ദൈവം നേരത്തെ വിളിച്ചത് അല്ലേ. അത് അങ്ങനെയും നമുക്കും നഷ്ടങ്ങളുണ്ട് ഉറപ്പായിട്ടും. ഞാൻ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുപോലെ ഒരു കാര്യം ചോദിക്കാം, ഈ സ്ലീവ്ലെസ് ഒക്കെ ഇപ്പം സാധാരണ ഇപ്പം ഈ സീരിയൽസിൽ വളരെ കുറവാണ് എങ്കിൽ ഇപ്പോൾ 2025-24 കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സ്ലീവ്ലെസ്സിലേക്ക് എല്ലാ നടിമാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടർ അത് ആവശ്യപ്പെടുന്നുണ്ടോ അതോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ബോൾഡ് കാണിക്കണമെങ്കിൽ സ്ലീവ്ലെസ് ആ ഒരു കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് ഇടണം. അങ്ങനെ അത് മടി, അത് വയ്യ. അല്ല ഞാൻ പറഞ്ഞതല്ല, ഈ സ്ലീവ്ലെസ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറോ ആവശ്യപ്പെടുന്നു. എന്നോട് പ്രൊഡ്യൂസർ രമ മാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേഷ്മ അത്രയും മോഡേൺ ക്യാരക്ടറാണ്, അപ്പോൾ നമ്മൾ സ്ലീവ്ലെസ്. മാമൻ നാട്ടിൻപുറം പാറ്റേൺ, അപ്പോഴാണ് കാണുമ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ആവുന്നത്. ഇങ്ങനെ ഇവള് അഹങ്കാരി, മറ്റേ ബ്ലൗസ് ഇവിടെയൊക്കെ ഉള്ളതിട്ട് സ്ലീവ് ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ പാവം കുട്ടിയായി പോകും. അതെ, അപ്പൊ ഈ സ്ലീവ്ലെസ്സിലാണ് പിടിച്ചിരിക്കുന്നത്. അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒത്തിരി മാറി തോന്നുന്നു. പണ്ടത്തെ തൊട്ട് വലിയ ജിമിക്കയും കമ്മലും അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പോയി പാചകം ചെയ്യുമ്പോൾ വലിയ വാച്ച് അതൊക്കെ ഇപ്പൊ മാറി വരുമെന്ന് തോന്നുന്നു. അതൊക്കെ കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് കാണാനായിട്ട്, കുറെ പേർക്ക് അത് ഇഷ്ടമാണ്. ഇപ്പോൾ ബീന ആന്റണി ചേച്ചിയൊക്കെ വലിയ ഇയറിങ്സ് ഒക്കെ ഇടുമ്പോൾ അത് ആൾക്കാർ കാണണം. അത് പണ്ടോട്ടെ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിയുടെ സാരികള്, അപ്പൊ ഇതൊക്കെ ഇഷ്ടവുമാണ്. എന്നാൽ നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർക്ക് മിനിമൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ വസുത ചെയ്യുമ്പോൾ ഹസ്ബൻഡാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് പറയും മിനിമൽ സാധനങ്ങൾ യൂസ് ചെയ്യാവൂ, ഹെവി ഐറ്റംസ് ഒന്നും വേണ്ട. അതെ, അതിൽ ഞാൻ നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്ലീവ്ലെസ് ഒന്നും വേണ്ട. അല്ലാണ്ട് നെഗറ്റീവ് ചെയ്തത് ക്ലിക്കായി പോയി. നമ്മളെ സീരിയലിൽ ഒരു പ്രശ്നമാണ്, നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും പിന്നെ വരുന്നത്, കിട്ടുന്ന ഫുൾ അങ്ങനെ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതെ സത്യം. ഇപ്പൊ ഒരു അനിയത്തി ക്യാരക്ടർ ചെയ്താൽ പിന്നെ എല്ലാ അനിയത്തി അങ്ങനെ ഒരു പാറ്റേൺ മാറ്റി ഒരു നായിക കഥാപാത്രത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെയില്ല, നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനത് നായിക തന്നെ ആവണം എന്നില്ല. ഇപ്പൊ നായികമാരെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ഥായി ഭാവത്തിൽ അഭിനയിക്കുന്നതായിരിക്കും അല്ലേ. ഫുൾ ടൈം ഒന്നെങ്കിൽ കരയുക, സോഫ്റ്റ് ആയിട്ടേക്കുക. നമുക്ക് നെഗറ്റീവ് പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. കണ്ണില്ല ഇങ്ങനെ രൂക്ഷമാട്ടെ കൃഷ്ണമണിയൊക്കെ വെളി ചാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനായതാണോ? വീട്ടിൽ പറയും നെഗറ്റീവ് ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഒരു ഷെയ്ഡ് വരാറുണ്ട്. അല്ല അല്ല നേരത്തെ കണ്ണിങ്ങനെ കണ്ണൊന്ന് ഉരുട്ടി കാണിച്ചൊന്ന് പേടിപ്പിക്കോട്ടെ. അല്ല കഥാപാത്രമൊക്കെ ഞാൻ മാമനാന്ന് വിചാരിച്ചെന്ന് കാണിച്ചു നോക്കട്ടെ. എന്താ കഥാപാത്രത്തിന്റെ പേരെന്താ? സുകന്യ. അല്ല മാമന്റെ ധർമ്മജൻ. സുകന്യ ഒന്ന് വരട്ടി കാണിച്ചു ധർമ്മജന്. ധർമ്മേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ മേലെ ഇടപെടരുതെന്ന്. ഇടപെടുന്നില്ല. പെട്ടെന്നല്ലേ മാറിയത്. പക്ഷെ അത് ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. സ്പോട്ടിൽ മാറുക എന്നുള്ളത്, സ്പോട്ടിൽ വീണ്ടും നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുന്നതും റിയൽ ലൈഫും തമ്മിൽ ഏറ്റവും കൂടുതൽ, അതായത് ക്യാമറ വരുമ്പം അതൊക്കെ ലാലേട്ടനൊക്കെ ആണെങ്കിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ കഴിയുമ്പോൾ അത് ആ കഥാപാത്രം പെട്ടെന്ന് ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേനും അദ്ദേഹം റിയലായിട്ട് മാറുക ചെയ്യുന്നത്. ഇപ്പൊ അത് വന്നു കഴിഞ്ഞു. നെഗറ്റീവ് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അങ്ങ് മേളിൽ കയറിയാട്ടെ. എന്തായാലും അത് വളരെ എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല കേട്ടോ. അതുപോലെ രേഷ്മ നല്ല ഒരു ഫാൻ, ഇത് ഹാൻഡ് ഫാൻ അല്ലേ? ഇത് 1 ലിട്ടു 2 ലിട്ടു 3 ലിട്ടു 4 ലിട്ടു 5 ഇത് സാധാ ഫാൻ്റെ കാറ്റുണ്ടല്ലോ. നല്ല കാറ്റാണ്. നമ്മൾ ഇത് എത്ര ഇതിന്റെ വില? ഇത് 700 കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇത്
എന്തായാലും ഇത് കയ്യിൽ വെച്ചു, എന്തായാലും സെറ്റിംഗ് വരുമ്പോഴത്തേക്കും അതെ 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 കൊള്ളാം, ഫാൻ കൊള്ളാം. ഇപ്പൊ അത്യാവശ്യമാണിത്, കാര്യം നിങ്ങൾക്ക് ഷൂട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേന് മേക്കപ്പ് പോകാതിരിക്കാനുള്ള. ഷൂട്ട് സമയത്ത് ഫാൻ ഇടാൻ പറ്റില്ല. അല്ല, ഞാൻ ആദ്യം വിചാരിച്ചു നല്ല മേക്കപ്പ് ഉണ്ടെന്നാ, വിയർപ്പം തുടങ്ങുമ്പോൾ കറക്റ്റ് കളർ തന്നെയുള്ള കളർ ഉണ്ടല്ലേ? മേക്കപ്പ് ഉണ്ടായിരുന്നോ? മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു ചെറുതായിട്ട്. അല്ലല്ലേ? അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതാ, അത് സ്വെറ്റിംഗ് തുടച്ചപ്പോഴും കളർ അതുപോലെ ഉണ്ട്. ഇരിക്കാന്നുള്ളതാ. ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണ്? ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അർജുൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. മുടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതെ 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 അതെ. പക്ഷേ ഈ സീരിയലൊക്കെ ആൾക്കാരെ മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം ലേഡീസിന് അവർക്ക് സ്റ്റാർട്ടിങ് തൊട്ട് രാവിലെ 6 മണിക്ക് 7 മണിക്ക് ഷൂട്ടാണെങ്കിൽ ഒരു 5 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഒരു 4 പേരുണ്ടെങ്കിൽ 5 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണോ മേക്കപ്പ് ചെയ്യുന്നത്? മേക്കപ്പ് പുള്ളി ടച്ചപ്പാണോ? അവൻ ടച്ചപ്പ് അല്ല, മേക്കപ്പ് മാൻ ആണ്. ടച്ച് വേറെ പയ്യനുണ്ട്. ഉണ്ട്. മെയിലിനൊക്കെ പുള്ളിക്കാരനാണോ ചെയ്യുന്നത്? മെയിൽസിന് എല്ലാവർക്കും നിങ്ങൾ സ്വന്തമാണല്ലേ? നമ്മളെല്ലാം സെൽഫാണ്. എല്ലാം എല്ലാവരും സെൽഫായിട്ടാണ് മേക്കപ്പ്. ഈ ഞാൻ മിക്ക ആർട്ടിസ്റ്റുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യം. കഴിഞ്ഞ ഓരോ സീസണിലും ഞാൻ ചോദിക്കാറുണ്ട്, ബിഗ് ബോസിനെ കുറിച്ച് തന്നെ ചോദിക്കാറുള്ളത്. കാര്യം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ എടുത്തൊരു ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബിഗ് ബോസിലേക്കൊക്കെ ക്ഷണം വന്നിട്ടുണ്ട്. സീസൺ ഏതെങ്കിലും ഒരു സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു? ഏഷ്യാനെറ്റിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീസൺ 7 വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്കിങ്ങനെ പോകാൻ താല്പര്യം, ഇപ്പൊ 7 നെക്സ്റ്റ് വരുന്നതിന് പോകാൻ താല്പര്യം ഇങ്ങനെ ഉണ്ട്. എന്നാ പറഞ്ഞു, അതെ അതെ താല്പര്യമുണ്ട് ബിഗ് ബോസിൽ പോകാനായിട്ട്. താല്പര്യമുണ്ട്. അതെ, ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ അറിയത്തില്ലേ? അറിയാം, പക്ഷെ എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അതെന്താ ആ ലോകം എന്താണെന്ന് എന്താണെന്നറിയാം. പോയി വിന്നർ ആവണം അല്ലെങ്കിൽ കുറേ ദിവസം നിൽക്കണം അങ്ങനൊന്നും അല്ല. എനിക്കൊന്ന് പോകണം, നിൽക്കാൻ പറ്റുന്നത് നിൽക്കുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ചില ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കടക്കാൻ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കി കയറാൻ നല്ല ഒരു വേ ആണ്. പക്ഷെ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് പോലും അവർ ചിന്തിക്കാതെ ചില ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആങ്കേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഞാൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല, നല്ല പോസിറ്റീവായിട്ട് ചോദിക്കാറുള്ളൂ. എനിക്കതേ താല്പര്യമുള്ളൂ. പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തർ എന്താ പറയാ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ ചൊറിഞ്ഞ് ചോദിക്കുന്നത് ക്യാമറയിൽ ചില ആർട്ടിസ്റ്റുകൾ പറയും നിങ്ങൾ അത് ചോദിച്ചോളൂ. അതെ അതെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല, അല്ലാണ്ട് ചോദിക്കുന്നത് ഭയങ്കര മോശമല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ചില ആങ്കേഴ്സ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ ഈ ഫീമെയിലിനോടൊക്കെ ചോദിക്കുന്നത് കിടക്ക പങ്കിട്ടില്ലേ, ഡോറ് തുറന്നു കൊടുത്തിട്ടാന്നൊക്കെ ചോദിക്കുന്നത്. അതിന് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ആരാന്നുള്ളത് ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ചോദ്യങ്ങളോട് എനിക്ക് ആങ്കേഴ്സിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മാനസികം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ ചോദിക്കുന്ന ആങ്കേഴ്സിനോട് എന്താ പറയാനുള്ളത്? ചോദിക്കരുത്. എന്താ പറയാ, നമുക്കും എന്താ നമ്മളെ വീട്ടിലുള്ള ഒരാളോടാണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ചോദിക്കാതിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചോ, പ്രശ്നമില്ല. ഇനി ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടാലും ഞാൻ അതിനെ ഏറ്റെടുക്കാൻ റെഡിയാണ്. നമ്മൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ളൊരു സാമാന്യ ബോധം ആ ഒരു വരുന്ന ഒരാളിനുണ്ടായിരിക്കണം. ആ ബോധം എനിക്കുണ്ടോന്ന് വെച്ചാൽ അത് അവരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരാ പറയേണ്ടത്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള. അതാണ് ഇപ്പം കുറച്ച് മുന്നേ ഒരു 1.5 വർഷം ഇന്റർവ്യൂ എടുത്തൊരു കുട്ടി ഒരു ലൊക്കേഷനിലുണ്ട്. പുള്ളിക്കാരും പറഞ്ഞ അത് തന്നെയാണല്ലോ, എന്നെ വെളുപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു കാര്യം നമ്മളത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കോൺട്രവേഴ്സീസ് വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും. ഈ സീരിയൽ ലൊക്കേഷനിലായാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിരോധമുള്ള ആൾക്കാർ തമ്മിൽ അഭിനയിക്കുമ്പോൾ, ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം. കാരണം അവരുടെ അടുത്ത് നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, പക്ഷെ അവരോട്ട് അഭിനയിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? അഭിനയിക്കും. അല്ല, എങ്കിലും അവരോട് സ്നേഹത്തോടായിരിക്കും സംസാരിക്കേണ്ടത്. എങ്കിൽപ്പോഴും നമുക്കത് പറ്റുമോ? കാരണം ടേക്ക് എടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ? അതായത് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ചേട്ടനോട് എനിക്കൊരു വിരോധമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അഭിനയിക്കുന്ന ടൈമിന് സ്നേഹമാണ്. സ്നേഹം അഭിനയിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? അഭിനയം. അത് കറക്റ്റ് ആട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം അങ്ങനെ തന്നെയാണ്. കാര്യം റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. റീൽസിലായിട്ട് തന്നെ പോട്ടെ. മുമ്പ് നിൽക്കുന്നവരെ കണ്ട് അഭിനയിക്കുന്നത്. ഇപ്പം ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഒരു ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാമോ? പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കാൻ പറഞ്ഞുകൂടാത്തണെങ്കിലും ഇതൊക്കെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. കല്യാണം വലിയ ആർഭാടമായിട്ടൊന്നുമല്ല നടന്നത്, ചെറിയ രീതിയിലാണ് മാരേജ് നടന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസിക്കുന്നത്. 10,000 പേര്, 101 ഇല്ല വളരെ ലഘുവായിട്ട്.
രജിസ്റ്റർ മാരേജ് പോലെ അങ്ങനെ അങ്ങനെ നൈസായിട്ടാണ് ചെയ്തത്. പിന്നെന്താ, നന്നായിട്ട് പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷം, സമാധാനം. അതെന്താണ് അങ്ങനെ തീരുമാനിച്ചൊരു അത് പുള്ളി അങ്ങനെ ഒരു ആഡംബരം ഇഷ്ടമുള്ള ഇഷ്ടമല്ല. അത് ഇങ്ങനെ ഇത്ര ആൾക്കാരെ കൂട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഹെവി പ്രോഗ്രാം ചെയ്യുക അതൊന്നും താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. എല്ലാ കാര്യത്തിലും ഭയങ്കര മിനിമലാണ്. ഞാൻ പറഞ്ഞില്ല മറ്റേ കോസ്റ്റ്യൂം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് സ്ലീവ്ലെസ് ഇടണമെന്നില്ല, അല്ലാണ്ട് എങ്ങനെ വേണോ അഭിനയിക്കാമല്ലോ. അല്ല ഇത് ചില ലൊക്കേഷനിൽ പോകുമ്പോൾ ഇത് ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ശരീരത്തിന് നല്ലതായിരിക്കും എന്നുള്ളൊരു വ്യൂ പോയിന്റിലായിരിക്കാം രമ മേഡം പറഞ്ഞത്. അതെ മാം, ഞാൻ മറ്റേ സീരിയലിലും അങ്ങനെ തന്നെയാണ്, സ്ലീവ്ലെസ് ആണ് യൂസ് പക്ഷേ ഇത് ഡിഫറെന്റ് ആണ്. അതെ, കാണുന്നവർക്ക് വ്യത്യാസം. ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഫുൾ സ്ലീവ്, 3/4 സ്ലീവ് അതൊക്കെ വെച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഡിഫറൻസ് ഉണ്ട്. നോർത്തിലെ സീരിയൽസിൽ മാത്രമേ നമ്മളത് കാണാറുള്ളൂ. അതെ അതെ അതെ. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇതിന് ആപ്റ്റാണ്. അതെ അതെ അതെ. മറ്റു ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് ഫണ്ടായിട്ട് നമ്മളൊരു സെക്ഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അത് കണ്ടല്ലേ, അത് ചെറുതായിട്ട്, അത് ഒന്നുമില്ല. ഞാനൊരു ചെറിയൊരു കഥ പറയാം. ആ കഥയിൽ ഏറ്റവും നന്നായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരും. അത് സംതിങ് ഫോർ ഡിഫറെന്റ് ഗിഫ്റ്റ്. ഓക്കെ, അത് തരും. ചോദ്യം ഇതാണ്, ഉത്തരം തെറ്റിയാലും തരണേ. അത് തരാം, അത് ഇൻ മൈ ഹാർട്ട് തരും. ഒരു എൻ്റെ കയ്യിൽ 50 കുതിരയുണ്ട്. കണക്കല്ലേ, ജസ്റ്റ് കൂട്ടാന്നേ ഉള്ളൂ. 50, ഞാൻ ക്ലൂ തരാം. 50 കുതിരയുണ്ട്, 9 കുറ്റിയുണ്ട്. കുറ്റി മീൻസ് അതെ, നമ്മൾ കുറ്റി എന്നല്ലേ പറയാം, കുതിരയെ കെട്ടാനായിട്ട്. പക്ഷേ 50 കുതിരയും ഈ 9 കുറ്റിയിൽ നമ്മൾ കെട്ടണമെങ്കിൽ ഒരു കുറ്റിയിൽ കെട്ടുമ്പോൾ ഒറ്റക്ക സംഖ്യ മാത്രമേ വരാൻ പാടുള്ളൂ. സിംഗിൾ ഡിജിറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. 9-നകത്ത് ഈ 50 കുതിര കെട്ടണം, ബട്ട് സിംഗിൾ ഡിജിറ്റ് വരണം. അത് ഇത് PSC-യിലൊക്കെ ചില സമയങ്ങളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്തുകൊണ്ടാ ഗവൺമെന്റ് ജോബ് ഒന്നും പോവാത്തത്? ഒന്നും പഠിക്കാൻ വയ്യാത്തോണ്ടല്ലേ? പഠിക്കാത്തവർക്കുള്ള ചോദ്യമാണ് ഇത്. സിമ്പിൾ ആയത്. ക്ലൂ വേണമെങ്കിൽ തരാം. ആദ്യത്തെ കുറ്റിയിൽ ഞാൻ 18 കുതിരയെ കെട്ടി. 8, 1, 9 ഒറ്റക്ക സംഖ്യയാണത്. അങ്ങനെ കൂട്ടുമ്പോൾ ഒറ്റക്ക സംഖ്യ വരണം. ബാക്കി 32 കുതിരയുണ്ട്, 8 കുറ്റിയുണ്ട്. ഒന്ന് ആലോചിക്കാം. കാൽക്കുലേറ്റർ എടുക്കാവോ? ഏതാ? ഈസിയാണ്. രണ്ടാമത്തെ ഒരു ക്ലൂ കൂടെ തരട്ടെ. രണ്ടാമത്തെ ക്ലൂ. അല്ല, ബുദ്ധി ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം. ബുദ്ധിയൊക്കെ ഉണ്ട് രശ്മിക്ക്. അടുത്ത രണ്ടാമത്തെ കുറ്റിയിൽ ഞാൻ 25 കുതിരയെ കെട്ടി. അപ്പൊ എത്രയാ? 7. 25 കുതിരയെ കെട്ടി 7. അപ്പൊ 18, 25 എത്രയാ? 43. 50 കുതിരയല്ലേ? പറയട്ടെ, 50 കുതിരയല്ലേ? 2 കുറ്റിയിൽ 2 കെട്ടി. 18, 25 കെട്ടിയോ? ഇനി ബാക്കി 7 കുറ്റിയുണ്ട്, 7 കുതിരയുണ്ട്. എത്ര വെച്ച് കെട്ടും? എനിക്ക് അറിയത്തില്ല. 7 കുതിരയുണ്ട്, 7 കുറ്റിയുണ്ട്. എത്ര വെച്ച് കെട്ടും? അത്രേ ഉള്ളൂ. ഇത്രയും ക്ലൂ തന്നിട്ട് എനിക്ക് അറിയത്തില്ല. ഈ കിലുക്കത്തിലെ രേവതിയുടെ കുട്ടി, അങ്കമാലിയിൽ അമ്മാവൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നില്ല. അത്രയേ ഉള്ളൂ. 25, 18 ബാക്കിയല്ലേ 7 പ്ലസ് 50 ആയില്ലേ? ഇത് ബുദ്ധി എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ ചോദിക്കേണ്ടത്? പക്ഷെ എങ്ങനെയുണ്ട് ചോദ്യം? അണ്ണ എന്തായാലും കയറി വന്ന കാര്യമായി. എന്തായാലും ചായ കൊണ്ടുവന്നു. ഇതാ, ചായ കുടിക്കത്തില്ല, കാഫിയാണ്. നമ്മുടെ അണ്ണന് അത് ഒരു താങ്ക്സ് ഉണ്ട്, ഈ സമയം കൊണ്ടു തന്നില്ല കേട്ടോ. ചായ ഇടയ്ക്ക് വന്ന് ബ്രേക്കാണ്, ടീ ബ്രേക്ക്, കുഴപ്പമില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴും ചെറിയൊരു രസകരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഞാൻ ഇതെല്ലാം ചെയ്യാറുള്ളത് ചെറിയ കണക്കാണ് കൂട്ടാറുള്ളത്. 1, 1 എത്രയാ? 1, 2. ഉറപ്പാണോ? 1, 3. 2 തന്നെ. എനിക്കറിയാം, അധികം കയറി പിടിക്കുന്നറിയാം. എങ്കിലും ഇപ്പോൾ ഈ ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര എപ്പിസോഡ്സ് ഇപ്പം ഈ ഒരു സാന്ത്വന 2-ൽ വന്നിട്ട് കഴിഞ്ഞു? അതായത് രേഷ്മയുള്ള എപ്പിസോഡ് ഞാനിപ്പോ ഒരു 4 months ആയിട്ട് ചെയ്യുന്നു. 4 മാസമായി. ഓൾമോസ്റ്റ് ഒരു 100 എപ്പിസോഡ്സ് പോയി കാണുമല്ലേ? ഓൾമോസ്റ്റ് 100 എപ്പിസോഡ്സ് പോയില്ലാന്ന് തോന്നുന്നു. 50+ എന്തായാലും അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും എപ്പിസോഡ്സ് പോട്ടെ. എന്തായാലും ഒരു 2000 എപ്പിസോഡ് വരെ നിറഞ്ഞു നിൽക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി വരുന്ന പ്രോജക്റ്റുകൾ ഇനിയിപ്പോ പുതുതായിട്ടൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സിക്കോൺ 1-ൽ തന്നെ ഇല്ല, ഒരെണ്ണം കൂടെ വേണം, നോക്കുന്നുണ്ട്. വെരി ഗുഡ്, അത് നോക്കണം. എങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഹസ്ബൻഡിന്, എക്സ്പെഷ്യലി ഹസ്ബൻഡിനോട് പറയുക, ഞങ്ങളുടെയൊക്കെ അന്വേഷണം ഒരു കൺഗ്രാസ് പറയുക. അടുത്ത ഇനി വെബ് സീരീസിൽ അതായത് നല്ലൊരു അവാർഡ് ലഭിക്കട്ടെ, സിനിമയിലേക്ക് പോട്ടെ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എവിടെ വെച്ച് കണ്ടാലും വന്ന് സംസാരിക്കും, വഴക്കു പറയും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തുടർച്ചയായിട്ടും ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെ ഇനിയും നല്ല
ആ കൃഷ്ണമണി അകത്തോട്ട് ഇടുവോ ഇട്ടു, വൈൻഡപ്പ് ഇട്ടു, ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ വളരെ സന്തോഷം നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു താങ്ക് യു ഡിയർ പോസിറ്റീവ്. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു.